എൻ്റെ പേര് നിത്യ ബി അജികുമാർ. ഇനി ഗേറ്റ് 2027 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ മാക്സിമം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചിരുന്നു. അതെന്നെ ഹെൽപ്ഫുൾ ചെയ്തു. കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറി കിട്ടി. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക്. പ്രിപ്പറേഷൻ ടൈമിൽ എനിക്ക് ടഫായിട്ട് തോന്നിയത് ഈ മോഡൽ ടെസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് എന്നെ കൊണ്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് മോഡൽ ടെസ്റ്റും മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. എക്സാം സമയത്ത് സ്ട്രെസ് ഉണ്ടായിരുന്നു നല്ലതുപോലെ. പക്ഷേ ഷോർട്ട് നോട്ട്സും അതൊക്കെ കയ്യിൽ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ തന്നെ അതൊക്കെ കൂടെ പ്രിപ്പയർ ചെയ്ത് പോയതുകൊണ്ട് അതൊരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. പക്ഷേ സിവിലിയൻസിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് കുറെ കൂടി കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി തുടങ്ങിയതും ഡെവലപ്പായി തുടങ്ങിയതും. ഇവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും ക്ലാസ്സസ് അവർ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യിപ്പിക്കുന്നതൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തോന്നും. എനിക്കിവിടെ ഏറ്റവും നന്നായിട്ട് തോന്നിയത് ജിതിൻ സാറിൻ്റെ ടീച്ചിങ് സ്റ്റൈൽ വളരെ ഇഷ്ടമായിരുന്നു. സാറ് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ റിവൈസ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തലേ ദിവസം പഠിപ്പിച്ചതാണെങ്കിലും ആ നോട്ട്സ് ഒക്കെ സാർ ഒന്നുകൂടി റിവൈസ് ചെയ്യിപ്പിച്ച് ആ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യിപ്പിക്കുമായിരുന്നു. അത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരുന്നു. ലൈക്ക് മറക്കില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓർത്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരയ്ക്കും ആ ടോപ്പിക്സും ആ പോയിന്റ്സും ഒക്കെ ഓർമ്മയിരിക്കുമായിരുന്നു. മെൻറ്റേഴ്സ് ഞങ്ങൾക്ക് പുതിയ ടാസ്കുകൾ തരുമായിരുന്നു. അതൊക്കെ ഇപ്പം ഒരു മോഡൽ ടെസ്റ്റിന് തെറ്റിപ്പോയതൊക്കെ അടുത്ത ക്ലാസ്സിൽ എഴുതി കാണിക്കാനൊക്കെ പറയായിരുന്നു. അതൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഫ്രണ്ട് സർക്കിള് എനിക്ക് കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഞാൻ കൂടുതൽ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. കുഴപ്പമില്ലാതെ ക്ലാസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്ത് ചെയ്യുമ്പോൾ അത് കുറച്ച് നല്ലതായിരുന്നു. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡയറക്റ്റ് ബാച്ച് തന്നെയാണ്. കാരണം ക്ലാസ്സിൽ നേരിട്ട് വന്നിരുന്ന് എല്ലാ ദിവസവും പഠിക്കുമ്പം ആ കിട്ടുന്ന എക്സ്പോഷർ അത് തന്നെയാണ് നല്ലത്. ഗേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇവിടെ ഡയറക്റ്റായിട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ പ്രൊഫസേഴ്സ് പറയുന്ന ഇവിടുത്തെ ഫാക്കൽറ്റീസ് പറയുന്ന കാര്യങ്ങളും തരുന്ന നോട്ട്സൊക്കെ പഠിച്ചാൽ തന്നെ ഒരുവിധ റാങ്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഞാൻ ആ വിശ്വാസത്തിലാണ് വന്നത്. എനിക്ക് റിസൾട്ട് കിട്ടി. ജനുവരിയിലെ ലാസ്റ്റ് റിവിഷൻ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഓൾറെഡി ചെയ്യിപ്പിച്ച കുറേ മോഡൽ ക്വസ്റ്റ്യൻസും അതിന് വീണ്ടും എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യിപ്പിച്ചപ്പോഴത്തേക്ക് ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റി. റിസൾട്ട് വന്ന ടൈമിൽ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അറിഞ്ഞപ്പോൾ പാരൻസിനും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല മൊമെൻ്റ് ആയിരുന്നു. താങ്ക് യു സിവിലിയൻസ്, ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സും എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും ഇവിടുത്തെ മെൻറ്റേഴ്സും അഞ്ജു മിസ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്ന് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയതിൽ ഐ എം വെരി ഹാപ്പി. ആൻഡ് അതെനിക്ക് നേടിത്തന്നത് സിവിലിയൻസ് ആണ്. താങ്ക് യു സോ മച്ച്.